പരോൾ വ്യവസ്ഥ ലംഘിച്ച് റീൽ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിക്കെതിരെ പോലീസ് റിപ്പോർട്ടില്ല. കേസിൽ 7ാം പ്രതി അശ്വിനാണ് പരോളിലിറങ്ങി നാട്ടിലെത്തിയ ശേഷം പ്രകോപനപരമായ രീതിയിൽ റീൽ ചിത്രീകരിച്ചത്. കർശന വ്യവസ്ഥകളോടെയുള്ള പരോളിൽ ഇറങ്ങിയ ശേഷം പ്രതികൾ എങ്ങനെ പെരുമാറുന്നു എന്ന് സംബന്ധിച്ച് പോലീസ് റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ജയിൽ വകുപ്പിന് നടപടിയെടുക്കാനാകൂ. പക്ഷേ ജയിൽ വകുപ്പിന് നടപടിയെടുക്കാൻ പാകത്തിൽ പോലീസ് ഇതുവരെ അങ്ങനെ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. സ്വയം വീരപരിവേഷം നൽകുന്ന തരത്തിൽ പുകയൂതിയും മീശ പിരിച്ചും സിനിമാ ഡയലോഗുകൾ ചേർത്താണ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ 7ാം പ്രതി അശ്വിൻ റീൽ ചിത്രീകരിച്ച് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. 3 ദിവസം മുൻപായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത്. മാധ്യമ വാർത്തകൾക്ക് പിന്നാലെ നിമിഷങ്ങൾക്കുള്ളിൽ റീൽ ഡിലീറ്റ് ചെയ്തെങ്കിലും ഇതിനെതിരെ വ്യാപക പരാതി ഉയർന്നു. പ്രകോപനപരമായ രീതിയിൽ പെരുമാറരുത്, ദുർനടപ്പ് പാടില്ല, സമൂഹമാധ്യമങ്ങളിൽ ഇടപെടരുത് തുടങ്ങി കർശന വ്യവസ്ഥകളോടെയാണ് പ്രതികൾക്ക് ജയിൽ വകുപ്പ് പരോൾ അനുവദിക്കുന്നത്. ഇവിടെ അശ്വിൻ ചിത്രീകരിച്ച റീൽ പ്രകോപനമുണ്ടാക്കുന്നതാണ് എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. ഇത് സംബന്ധിച്ച് കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ കുടുംബം ജയിൽ സൂപ്രണ്ടിനും ആഭ്യന്തര വകുപ്പിനും പരാതി നൽകിയിരുന്നു. എന്നിട്ടും പരോളിൽ ഇറങ്ങിയ പ്രതിയുടെ നടപടി സംബന്ധിച്ച് പോലീസ് അന്വേഷണമോ റിപ്പോർട്ടോ ഉണ്ടായിട്ടില്ല. കുണ്ടംകുഴി സ്വദേശിയാണ് അശ്വിൻ. അതിനാൽ ബേഡകം പോലീസാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകേണ്ടിയിരുന്നത്. പോലീസ് റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ജയിൽ വകുപ്പിനും ഇതിലെന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. തൊട്ടു മുൻപത്തെ പരോൾ കാലാവധിയിലെ പ്രതിയുടെ ഇടപെടൽ ഉൾപ്പെടെ പരിശോധിച്ചാണ് ഓരോ പരോൾ അപേക്ഷയും ജയിൽ വകുപ്പ് പരിഗണിക്കുക. അതേസമയം പരോൾ കാലാവധി കഴിഞ്ഞ 2 ദിവസം മുൻപ് അശ്വിൻ ജയിലിലേക്ക് തിരിച്ചുപോയി. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.